ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം ത്രയോദശോധ്യായം 34 ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ ത്രയോദശോധ്യായഃ. ശ്രീശുക ഉവാച നിശമ്യവാചം വദതോ മുനേഃ പുണ്യതമാം നൃപ ഭൂയ പപ്രച്ഛ കൗരവ്യോ വാസുദേവ കഥാധൃതഃ. വിതുര ഉവാച സ വൈ സ്വായംഭുവഃ സമ്രാട് പ്രിയപുത്ര സ്വയംഭുവഃ പ്രതിലഭ്യ പ്രിയാം പത്നീം കിം ചകാര തതോ മുനേ. ചരിതം തസ്യ രാജർഷേർ ആദിരാജസ്യ സത്തമാ ബ്രൂഹി മേ ശ്രദ്ധധാനായ വിശ്വക്സേനാശ്രയോ ഹ്യസൗ. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യാനന്വഞ്ജസാ സൂരിഭിരീഡിതോऽർത്ഥഃ യത്തദ്ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷു യേഷാം. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം വിതുരം വിനീതം സഹസ്രശീഷ്ണശ്ചരണോപധാനം പ്രഹൃഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യജഷ്ട. മൈത്രേയ ഉവാച യദാ സ്വഭാര്യയാ സാകം ജാതസ്വായംഭുവോ മനുഃ പ്രാഞ്ജലിഃ പ്രണതശ്ചേദം വേദഗർഭമഭാഷത. ത്വമേക സർവഭൂതാനാം ജന്മകൃത്വൃത്തിദഃ പിതാ അഥാപി ന പ്രജാനാം തേ ശുശ്രൂഷാ കേന വാ ഭവേത്. തദ്വിധേഹി നമസ്തുഭ്യം കർമ്മസ്വീഡ്യാത്മശക്തിഷു യത്കൃത്വേഹ യശോ വിശ്വക് അമുത്ര ച ഭവേദ് ഗതി. ബ്രഹ്മോവാച പ്രീതസ്തുഭ്യമഹം താതാ സ്വസ്തിസ്താദ്വാം ക്ഷിതീശ്വര യന്നിർവ്യളീകേന ഹൃദാ ശാധിമേത്യാത്മനാർപ്പിതം. ഏതാവത്യാത്മജൈർവീര കാര്യാഹ്യപചിതിർ ഗുരൗ ശക്തിയാ പ്രമത്തേർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. സ ത്വമസ്യാം അപത്യാനി സദൃശാന്യാത്മനോ ഗുണൈഃ ഉത്പാദ്യശാസധർമ്മേണ ഗാം യജ്ഞൈഃ പുരുഷം യജ. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ. ഭഗവാൻസ്തേ പ്രജാഭർത്തൃ ഋഷീകേശോ ന തുഷ്യതി. യേഷാം ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദനഃ തേഷാം ശ്രമോ ഹ്യപാർത്ഥായ യദാത്മാനാദൃത സ്വയം. മനുരുവാച ആദേശേഹം ഭഗവതോ വർത്തേയാമി വസൂദന സ്ഥാനം ത്വിഹാനുജാനീഹി പ്രജാനാം മമജ പ്രഭോ. യദോകഃ സർവസത്വാനാം മഹീമഗ്നാമഹാംഭസി അസ്യാ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. മൈത്രേയ ഉവാച പരമേഷ്ഠീ ത്വാം മധ്യേ തഥാ സന്നാം അവേക്ഷ്യ ഗാം കഥാമേനാം സമുന്നേഷ്യ ഇതി ദധ്യൗ ധിയാ ചിരം. സൃജതോ മേ ക്ഷിതിർവാർഭിപ്ലാവ്യമാനാരസാം ഗദാ അഥാത്ര കിമനുഷ്ഠേയമസ്മാഭിർ സർഗയോജിതൈഃ യസ്യാഹം ഹൃദയാദാസം സൈശോ വിദധാതു മേ. ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാൻ അഘാ വരാഹതോകോ നിരഗാത് അങ്കുഷ്ഠപരിമാണകഃ തസ്യാഭിപശ്യത ഖസ്ഥ ക്ഷണേന കില ഭാരത. ഗജമാത്ര പ്രവവൃദ്ധേ തദദ്ഭുതം അഭൂന്മഹത്. മരീചി പ്രമുഖൈർവിപ്രൈഃ കുമാരൈർമനുനാ സഹ ദൃഷ്ട്വാ തൽസൗകരം രൂപം തർക്കയാമാസ ചിത്രധാ. കിമേതൽ സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോപദാശ്ചര്യമിദം നാസായാമേ വിനിസൃതം. ദൃഷ്ടോംഗുഷ്ഠശിരോ മാത്രക്ഷണാത് ഗണ്ഡശിലാസമഃ അഭിസ്വിത് ഭഗവാൻ ഏഷാ യജ്ഞോ മേ ഖേദയൻ മനഃ. ഇതി മീമാംസതസ്യ ബ്രഹ്മണസ്തഃ സൂനുഭിഃ ഭഗവൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രസന്നിഭഃ. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താംശ്ച ദ്വിജോത്തമാൻ സഗർജിതേന കകുഭഃ പ്രതിസ്വനയതാ വിഭുഃ. നിശമ്യത്തെ ഘർഘരിതം സുഖേ ദക്ഷൈഷ്ണു മായാമയസൂകരസ്യ ജനസ്തപഃ സത്യനിവാസിതസ്തേ ത്രിഭിഃ പവിത്രൈർമുനയോ ഗൃണൻ സ്മ. തേഷാം സതാം വേദവിതാനമൂർത്തിർ ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. ഉൽക്ഷിപ്തവാലഖചര കഠോര സടാവിധുന്വൻ ഖരരോമശത്വക് ഖുരാഹതാഭ്രസ്ഥിതദംശ്രയീക്ഷാജ്യോതിർ ബഭാസേ ഭഗവാൻ മഹീധ്ര. ഘ്രാണേന പൃഥ്വ്യാ പദവിം വിജിഘ്രൻ ക്രോഡോപദേശ സ്വയമധ്വരാം ഗഃ. കരാളദംഷ്ട്രാപ്യ കരാളദൃഗ്ഭ്യാം ഉദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശത്കം. സ വജ്രകൂടാം ഗതിപാദവേഗൈശീർണകുക്ഷി സ്തനയന്നുദന്വാൻ ഉത്സൃഷ്ടദീർഘോർമിഭുജൈരിവാർത്തശ്ചുക്രോശേജ്ഞേശ്വര പാഹി മേതി. ഖുരൈഃ
ഖുരൈഃ ക്ഷുരപ്രൈർദരയം സ്തദാവ ഉൽപാരപാരം ത്രിപരൂരസായാം ദദർശകാം തത്ര സുഷുപ്സുര അഗ്രേയാം ജീവധാനിം സ്വയമഭ്യധത്ത സ്വദംശ്രയോദ്ധൃത്യ മഹീം നിമഗ്നാം സ ഉത്ഥിതഃ സംരുരുജേരസായാ തത്രാദിദൈത്യം ഗദയാ പതന്തം സുനാഭസന്ദീപിത തീവ്രമന്യുഃ ജഘാനരുന്ധാന അസഹ്യവിക്രമം സലീലയേഭം മൃഗരാടിവാംഭസി തദ്രക്തപങ്കാങ്കിതഗണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ തമാലനീലം സിതദന്തഗോട്യാ ക്ഷ്മാമുക്ഷിപന്തം ഗജലീലയാം ഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാഗൈർ വിരിഞ്ച മുഖ്യ ഉപതസ്ഥുരീശം ക്ഷയ ഊജുഹൂജിതം ജിതം തേജിതയജ്ഞഭാവനത്രയീന്തനും സ്വാം പരിധുൻവതേ നമഃ യദ്രോമഗർത്തേഷു നിലീല്യുരധ്വരാസ്തസ്മൈ നമഃ കാരണസൂകരായതേ. അടുത്തത് 35-ാമത്തെ ശ്ലോകം. രൂപം തവൈതത് നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയദധ്വരാത്മകം ഛന്ദാംസി യസ്യ ത്വചി ബർഹിരോമസ്വാജ്യം ദൃശിത്വം ഘൃഷു ചാതുർഹോത്രം. വിളിച്ചെല്ലാം. രൂപം തവൈതന്നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയദധ്വരാത്മകം ഛന്ദാംസി യസ്യ ത്വചി ബർഹിരോമസ്വാജ്യം ദൃശിത്വം ഘൃഷു ചാതുർഹോത്രം. രൂപം തവൈതന്നനു ദുഷ്കൃതാത്മനാം, അല്ലയോ ദേവ, അങ്ങയുടെ ആ അധ്വരാത്മകം രൂപം. അധ്വരാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞസ്വരൂപം, യജ്ഞമൂർത്തിയുടേതായിരിക്കുന്ന ഈ സ്വരൂപം ഏതോ അത് ദുഷ്കൃതാത്മനാം, ദുഷ്കൃതം ചെയ്തവർക്ക് ദൃശ്യമല്ല, കാണാൻ സാധിക്കില്ല. അങ്ങയുടെ ആ ഭഗവാന്റെ ആ തൊലിപ്പുറത്താണ് ഛന്ദാംസി യസ്യ ത്വചി, ആ തൊലിപ്പുറത്താണ് ഛന്ദസ്സുകളുള്ളത്. ബർഹി രോമസ്വാജ്യ, രോമങ്ങളിലെ ദർഭ, അതുപോലെ ദൃശി നേത്രത്തിലെ ആജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ്, അതുപോലെ അംഘ്രിഷു പാദങ്ങളിലെ ചാതുർഹോത്രം, അതായത് ഈ രത്നങ്ങൾ മുഴുവൻ ചേർന്നിട്ടുള്ള സ്വരൂപമാണ് ആ ഭഗവാന്റെ യജ്ഞസൂകര സ്വരൂപം. അപ്പം അങ്ങനെയുള്ള ആ യജ്ഞസൂകര മൂർത്തിയെ ദുഷ്കൃതം ചെയ്തവർക്ക് കാണാൻ പ്രയാസമാണ് ആ വരാഹമൂർത്തിയെ. എന്നാൽ അങ്ങനെയുള്ള ആ വരാഹമൂർത്തിയെ യജ്ഞമൂർത്തിയായിട്ട് ഇവിടെ കാണുന്നു. രൂപം തവൈതന്നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയദധ്വരാത്മകം. ഹേ ദേവ, പദങ്ങൾ അല്ലയോ ദേവ, തവ അങ്ങയുടെ അധ്വരാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞമയമായിട്ടുള്ള ഏതത് രൂപം, ഈ സ്വരൂപം, യത് തത് ഏതോ അത്, ദുഷ്കൃതാത്മനാം ദുഷ്കൃതം ചെയ്തവർക്ക്, ദുർദർശനം നനു ദൃശ്യമല്ല തീർച്ച തന്നെ. യസ്യതു യാതൊരു ഭഗവാന്റെ ത്വചി തൊലിപ്പുറത്ത്, ഛന്ദാംസി ഛന്ദസ്സുകളും, രോമസു രോമങ്ങളിൽ, ബർഹിഹി ദർഭയും, ദൃശി നേത്രത്തിൽ ആജ്യം നെയ്യും, അംഘ്രിഷു പാദങ്ങളിൽ ചാതുർഹോത്രം ചാതുർഹോത്രവും അത്രേ. എന്നുകൂടി പറയാം. ഹേ ദേവ, അല്ലയോ ദേവ, തവ അങ്ങയുടെ അധ്വരാത്മകം യജ്ഞമയമായ ഏതത് രൂപം, ഈ സ്വരൂപം, യത് തത് ഏതോ അത്, ദുഷ്കൃതാത്മനാം ദുഷ്കൃതം ചെയ്തവർക്ക്, ദുർദർശനം നനു ദൃശ്യമല്ല തീർച്ച തന്നെ. യസ്യതു യാതൊരു ഭഗവാന്റെ ത്വചി തൊലിപ്പുറത്ത്, ഛന്ദാംസി ഛന്ദസ്സുകളും, രോമസു രോമങ്ങളിൽ, ബർഹിഹി ദർഭയും, ദൃശി നേത്രത്തിൽ ആജ്യം നെയ്യും, അംഘ്രിഷു പാദങ്ങളിൽ ചാതുർഹോത്രവും അത്രേ. അപ്പോൾ ഇതിലത്തെ അന്വയം വരുന്നത് ഹേ ദേവ, തവ അധ്വരാത്മകം ഏതത് രൂപം, യത് തത് ദുഷ്കൃതാത്മനാം ദുർദർശനം നനു യസ്യതു ത്വചി ഛന്ദാംസി രോമസു ബർഹിഹി ദൃശി ആജ്യം അംഘ്രിഷു ചാതുർഹോത്രം. എന്നും കൂടി പറയാം. ഹേ ദേവ, തവ അധ്വരാത്മകം ഏതത് രൂപം, യത് തത് ദുഷ്കൃതാത്മനാം ദുർദർശനം നനു യസ്യ ത്വചി ഛന്ദാംസി രോമസു
ബർഹിഹി ദൃശി ആദ്യം അംഘ്രിഷു ചാതുർഹോത്രം. അല്ലയോ ദേവ, അങ്ങയുടെ ഈ യജ്ഞമയമായിരിക്കുന്ന ഈ സ്വരൂപം ഏതോ അത് ദുഷ്കൃതം ചെയ്തവർക്ക് ദൃശ്യം അല്ലാത്തതാണ്, തീർച്ച തന്നെ. യാതൊരു ഭഗവാന്റെ ആ തൊലിപ്പുറത്തെ ഛന്ദസ്സുകളും രോമങ്ങളിൽ ദർഭയും നേത്രത്തിൽ ആജ്യവും നെയ്യും പാദങ്ങളിൽ ചാതുർഹോത്രം തുടങ്ങിയിട്ടുള്ള യജ്ഞങ്ങളും ആകുന്നു. ഒന്നുകൂടി പറയാമല്ലയോ ദേവ, അങ്ങയുടെ ആ യജ്ഞമയമായിരിക്കുന്ന ഈ സ്വരൂപം ഏതോ അത് ദുഷ്കൃതം ചെയ്തവർക്ക് ദൃശ്യമല്ല, തീർച്ച തന്നെ. യാതൊരു ഭഗവാന്റെ തൊലിപ്പുറത്തെ ഛന്ദസ്സുകളും രോമങ്ങളിൽ ദർഭയും നേത്രങ്ങളിൽ നെയ്യും പാദങ്ങളിൽ ചാതുർഹോത്രവും ആണ് ഉള്ളത്. യജ്ഞമൂർത്തിയാണ്. അല്ലയോ ദേവ, യജ്ഞാത്മകമായ അങ്ങയുടെ രൂപം പാപികൾക്ക് ദർശിക്കാൻ സാധ്യമല്ല. അങ്ങയുടെ ത്വക്ക് ഛന്ദസ്സുകളാണ്, രോമങ്ങൾ ദർഭയാണ്, കണ്ണിൽ നെയ്യാണ്, 4 കാലുകളിലും ചാതുർഹോത്രവും. ബർഹി ശബ്ദ ദീർഘാഭാവ ആർഷഃ. ദർഭ, ബർഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭ. ഛന്ദശബ്ദം ഗായത്രിയാദി ഛന്ദസ്സുകളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആച്ഛാദനം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ഛന്ദസ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നത് എന്നർത്ഥം. ആച്ഛാദകത്വമേവൈത ഛന്ദഃ ശബ്ദസ്യ പ്രവൃത്തി എന്ന് ആചാര്യന്മാർ നിർവചിക്കുന്നു. ദേഹാന്തർഭാഗത്തെ അവയവങ്ങളെ ആച്ഛാദനം ചെയ്യുന്നതാണല്ലോ ത്വക്ക്. അതിനാൽ ഛന്ദസ് എന്നാൽ ത്വക്കെന്ന് അർത്ഥം കൽപ്പിക്കാം. സുശ്രുത സംഹിത പ്രകാരം ത്വക്കിന് 7 അടുക്കുകളാണുള്ളത്. ത്വചഃ സപ്തഃ കലാഃ സപ്ത ഇത്യാദി. ഇവ സപ്ത ഛന്ദസ്സുകളായിട്ട് പരിണമിക്കുന്നു. ബർഹിസ് എന്നാൽ ദർഭ, ആജ്യം എന്നാൽ നെയ്യ്. ഇവയെല്ലാം യജ്ഞദ്രവ്യങ്ങളാണല്ലോ. ചാതുർഹോത്രത്തിലെ 4 കർമ്മങ്ങളും ഓരോ കാലുകളിലായിട്ട് ധരിക്കപ്പെടുന്നു. അപ്പോൾ യജ്ഞാത്മകമായിരിക്കുന്ന ഈ രൂപം ദുഷ്ടന്മാർക്ക് ഒരിക്കലും കാണാൻ സാധിക്കാത്തതാണ്. അങ്ങയുടെ ത്വക്കിൽ ഗായത്രി തുടങ്ങിയിട്ടുള്ള ഛന്ദസ്സുകൾ ഭവിക്കുന്നു. ത്വക്കിൽ നിന്ന് രോമങ്ങളിൽ ദർഭ തുടങ്ങിയിട്ടുള്ള പുല്ലുകളും ചക്ഷുസിൽ ഘൃതവും പാദങ്ങളിൽ 4 ഋത്തിക്കുകളാൽ ചെയ്യപ്പെടുന്ന കർമ്മവിശേഷവും ഭവിക്കുന്നു. അപ്പോൾ വേദവും യജ്ഞവും ആണ് ഭഗവാന്റെ സ്വരൂപമെന്ന് സംഗ്രഹിച്ച് ചെയ്ത സ്തുതിയെ തന്നെ വിസ്തരിച്ചുകൊണ്ട് വേദങ്ങളും യജ്ഞങ്ങളും തന്നെ ഭഗവാന്റെ അവയവങ്ങളായിരിക്കും എന്ന് ആ 4 ശ്ലോകം കൊണ്ട് സ്പഷ്ടമാക്കിക്കൊണ്ട് കാണിക്കുന്നു. ആശ്ചര്യ ലീലയെ പ്രകാശിപ്പിക്കുന്ന ഹേ ദേവ, യാഗാത്മകമായ അങ്ങയുടെ ഈ ദിവ്യരൂപം പാപികൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല. അന്ധകരണത്തിലുള്ള കാമാദി ദോഷങ്ങൾ നീങ്ങിയവർക്ക് മാത്രമേ ഈ ദിവ്യ സ്വരൂപം കണ്ട് ആനന്ദിപ്പാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ ദിവ്യ ദർശനം സാധിച്ചിരിക്കുന്ന ഞങ്ങൾ ഭാഗ്യവാന്മാരായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ ത്വക്കിൽ നിന്ന് ഗായത്ര്യാദി ഛന്ദസ്സുകളും രോമങ്ങളിൽ നിന്ന് ദർഭകളും നേത്രങ്ങളിൽ നിന്നും ആഹൂതിക്ക് വേണ്ടതായ നെയ്യും 4 പാദങ്ങളിൽ നിന്നും ഹോമ ത്രിവർഗമായിരിക്കുന്ന 4 പേർ ചെയ്യുന്ന കർമ്മവും അടങ്ങിയിരിക്കുന്നു, കർമ്മവിശേഷങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതിലെ ആ വ്യാഖ്യാനം നമ്മൾക്കൊന്ന് നോക്കാം. ഇപ്പോൾ തഥാ ബ്രഹ്മമരീച്യാദയോ ദന്തകോട്യ ശ്മാമുൽക്ഷിബന്ധം തമാലനീലം ഹരിം ദൃഷ്ട്വാ ബദ്ധാഞ്ജലയസ്തുഷ്ടുഭുഹു. ഇന്നലെ പറഞ്ഞാണ് ഋഷിമാർ പറയുന്നു, ഹേ യജ്ഞപാലക ത്വയാ ജിതം അങ്ങ് ജയിച്ചു കൊണ്ടിരിക്കുന്നു. വേദമയീം സ്വാം തനും, വേദമയ്യായിരിക്കുന്ന അങ്ങയുടെ ആ തനു ശരീരം ധുൻവന്തേ തേ നമഃ.
യത് രോമഗർത്തേഷു യജ്ഞാഹ ദിലീല്യുഹു. അപ്പോൾ അങ്ങയുടെ ആ ശരീരം ധുന്വന്തം തേ നമ, ശരീരത്തിന് യജ്ഞരൂപമായിരിക്കുന്ന അങ്ങയുടെ ശരീരത്തിന് നമസ്കാരം. യത് രോമഗർത്തേഷു യജ്ഞാഹ ദിലീല്യുഹു, അങ്ങയുടെ ആ രൂപത്തിൽ ആ യജ്ഞത്തിൻ്റെ ആ മുഴുവൻ സ്വരൂപവും അതിലടങ്ങിയിരിക്കട്ടെ. യജ്ഞാത്മകം തേ രൂപം, അങ്ങനെയുള്ള അങ്ങയുടെ രൂപം. ദുഷ്കൃതാത്മനാം ദുർദർശനം, ദുഷ്കൃതം ചെയ്തവർക്ക് ദുർദർശനം, ദർശിക്കാൻ പറ്റാത്തതാണ്. യസ്യ ത്വജി, അതിൽ നിന്ന് അങ്ങയുടെ ആ തൊലിയിൽ നിന്നും ഛന്ദാംസി, ഛന്ദസ്സുകളും, രോമസ് ദർഭാഹ, രോമങ്ങളിൽ നിന്ന് ദർഭയും, നേത്രയോഹ ആജ്യം, നേത്രങ്ങളിൽ നിന്നും ആ നെയ്യും, അംഘ്രിഷു ചാതുർഹോത്രം, കാലുകളിൽ നിന്നും ആ ചാതുർഹോത്രം എന്ന യജ്ഞങ്ങളും ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ ഈശ, യജ്ഞാത്മകം തേ രൂപം, ദുഷ്കൃതാത്മനാം ദുർദർശനം, യസ്യ ത്വജിച്ഛന്ദാംസി രോമസു ദർഭാഹ, നേത്രയോഹ ആജ്യം, ആംഘ്രിഷു ചാതുർഹോത്രം. അതാണ് രൂപം തവൈതന്നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവ യദധ്വരാത്മകം ഛന്ദാംസി യസ്യ ത്വജിക ബർഹിരോമസ്വാജ്യം ദൃശിത്വാം ത്വംഘ്രിഷു ചാതുർഹോത്രം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 36-ാമത്തെ ശ്ലോകം. സൃക്തുണ്ഡ ആസീത് സ്രുവ ഈശ നാസയോരിഡോദരേ ചമസാഹ കർണരന്ധ്രേ പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗൃഹാസ്തു തേ യർവണം തേ ഭഗവൻ തൻ അഗ്നിഹോത്രം. അല്ലയോ ആ ഈശ്വര, ഓരോ അവയവങ്ങളും ആ യജ്ഞമൂർത്തിയുടെ ഓരോരോ ആ യജ്ഞത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് പറയണം. അല്ലയോ ഈശ്വര, തഥ അങ്ങയുടെ തുണ്ടേ സൃക്, ആ മുഖത്തിൻ്റെ അഗ്രത്തിൽ സൃക്ക്, നാസികയിലെ സ്രുവം, നാസയോഹോ സ്രുവം, ഉദരത്തിലെ ഇട, കർണരന്ധ്രത്തിലെ ചമസങ്ങൾ, മുഖത്ത് പ്രാശിത്രം, മുഖത്തിനുള്ളിലെ ദ്വാരത്തിൽ സോമരസം എടുക്കുവാനുള്ള പാത്രങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്നു ഭഗവാനെ. അവിടുത്തെ ആ ഇറക്കൽ, ആ ഭഗവാൻ രാമൂർത്തിയുടെ ചവച്ചിറക്കൽ അഗ്നിഹോത്രം എന്നുള്ള ആ ഹോമം യജ്ഞമാകുന്നു. സൃക്തുണ്ഡ ആസീത് സ്രുവ ഈശനാസയോൾ ഇഡോദരേ ചമസാഹ കർണരന്ധ്രേ പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗ്രഹാസ്തുതേ യർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. പതിത്തെ പദങ്ങൾ ഹേ ഈശ, അല്ലയോ ഈശ്വര, തേ അങ്ങയുടെ തുണ്ടേ സൃക്, മുഖാഗ്രത്തിൽ സൃക്ക്. സൃക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരണ്ടിയുടെ ആകൃതിയിലുള്ള ഒരു യജ്ഞോപകരണമാണ് സൃക്ക്. ആ യജ്ഞമൂർത്തിയുടെ മുഖാഗ്രത്തിലെ സൃക്ക്. നാസയോഹോ, നാസികാദ്വാരങ്ങളിൽ സ്രുവം. സ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതേ എടുത്തിട്ട് ഇങ്ങനെ ഹോമിക്കാനുള്ള ഒരു അരയാൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഉപകരണം. ഹോമത്തിനുള്ള നെയ്യെടുക്കുന്ന കരണ്ടി, അതിനാണ് സ്രുവം എന്ന് പറയുക. ഹോമത്തിനുള്ള നെയ്യെടുക്കുന്ന കരണ്ടിക്കാണ് സ്രുവം എന്ന് പറയുക. മറ്റേ സൃക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകരണം, യജ്ഞോപകരണമാണ് സൃക്ക്. 3 വിധമാണത്. പ്ലാശ് കൊണ്ടുണ്ടാക്കിയതുണ്ട്, അരയാൽ കൊണ്ടുണ്ടാക്കുന്നുണ്ട്, വിശങ്കടം എന്ന ഞെരിഞ്ഞിൽ കൊണ്ടുണ്ടാക്കുന്നുണ്ട്. 3 സൃക്കാണ്. സാമാന്യേന ഇത് 3 ഈ യജ്ഞത്തിന് ഹോമിക്കാനുള്ള ഒരു തവി ആയിട്ട് ഉപയോഗിക്കുന്നു. ഒരു തവി, ഒരു പാത്രമായിട്ട് ഉപയോഗിക്കുന്നു. സ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമത്തിനുള്ള നെയ്യെടുക്കുന്ന കരണ്ടിക്ക് സ്രുവം എന്ന് പറയുന്നത്. ആ സ്രുവം ആണ് എന്ത്, നാസാഗ്രങ്ങൾ, നാസികകൾ സ്രുവം, വയറ്റിൽ ഇട,
ഈ സ്രുവത്തിന് പന്നിയുടെ മുഖത്തിന്റെ ആകൃതിയാണ് സ്രുവം ഉണ്ടാക്കുമ്പോൾ. വരാഹമൂർത്തി യജ്ഞത്തെ മുഖത്ത് ധരിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഇത് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. മുഖേന്യസ്ത മഹായജ്ഞം ദേവാനാം പുരതോ ഹരിഹി ദത്തവാം സ്ത്രിദശശ്രേഷ്ഠോ മുഖാദ്യജ്ഞോഭ്യജായത തതപ്രഭൃതി യജ്ഞാംഗം പ്രധാനം സ്രുവ ഉച്യതേ വാരാഹരൂപം അഭവദേവം വൈ കരണാന്തരാൽ. ഇട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവതയാണ്. അപ്പോൾ വയറ്റിൽ ഇട, വയറ്റിൽ ഒരു ദേവതയാണ് ഇട എന്ന് പറയുന്നത്. ആ ദേവതയെ ഉദ്ദേശിച്ച് കർമ്മവും അതിനുള്ള പാത്രവും ആകുന്നു. ഇട ഒരു ദേവതയാണ്. ആ ദേവതയെ ഉദ്ദേശിച്ച കർമ്മവും അതിനുള്ള പാത്രവുമാകുന്നു. ഇടാ ദേവതാ തുദർത്ഥം അവദാനം അപീഡ. പിന്നെ കർണദ്വാരങ്ങളിലെ ചമസങ്ങൾ എന്ന് പറയും. ചമസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രഹം ഇവ സോമരസം എടുക്കാൻ. പിന്നെ അടുത്തത് ഗ്രഹത്തു സോമരസം എടുക്കുവാനുള്ള പാത്രങ്ങൾ. ഗ്രഹാഹത്തു സോമരസം എടുക്കുവാനുള്ള പാത്രങ്ങൾ ഒക്കെ ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്നതാണ്. സോമരസം എടുക്കാനുള്ള പാത്രങ്ങൾ ആസീത് ആയിരിക്കുന്നു. ഭഗവാനെ അങ്ങയുടെ ആ ചവച്ചിറക്കൽ ചർവണം എന്ന് പറയുന്നത് അഗ്നിഹോത്രം എന്ന് പറയുന്നുള്ള ഒരു ക്രിയയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമുക്ക് അതിൽ പദങ്ങൾ നോക്കാം. ഹേ ഈശ, അല്ലയോ ഈശ്വര, തേ അങ്ങയുടെ, തൂണ്ടേ സൃക് മുഖാഗ്രത്തിൽ സൃക്കും, നാസയോഹോ നാസികാദ്വാരങ്ങളിൽ സ്രുവവും, ഉദരേ ഉദരത്തിൽ ഇടയും ഒരു ദേവതയാണ്, കർണരന്ധ്രേ കർണദ്വാരത്തിൽ ചമസാഹ ചമസ്സുകളും, ആസ്യേ മുഖത്ത് പ്രാശിത്രവും, ഗ്രസാനം മുഖത്തിനുള്ളിലെ ദ്വാരത്തിൽ, ഗ്രഹാഹതു സോമരസം എടുക്കുവാനുള്ള പാത്രങ്ങളും, ആസി ആയിരിക്കുന്നു. ഭഗവാനെ, തേ ചർവണം യത് അവിടുത്തെ ചവച്ചിറക്കൽ, ഏതോ അത് അഗ്നിഹോത്രവും ആണ്. ഒന്നുകൂടി പറയാം. ഹേ ഈശ്വര, അല്ലയോ ഈശ്വര, ഈശ തേ അങ്ങയുടെ, തൂണ്ടേ സൃക് മുഖാഗ്രത്തിൽ സൃക്കും, നാസയോഹോ നാസികാദ്വാരങ്ങളിൽ സ്രുവവും, ഉദരേ ഉദരത്തിൽ ഇടയും, കർണരന്ധ്രേ കർണദ്വാരത്തിൽ ചമസാഹ ചമസങ്ങളും, ആസ്യേ മുഖത്തെ പ്രാശിത്രവും, ഗ്രസാനം മുഖത്തിനുള്ളിലെ ദ്വാരത്തിൽ, ഗ്രഹാതു സോമരസം എടുക്കുവാനുള്ള പാത്രങ്ങളും, ആസി ആയിരിക്കുന്നു. ഭഗവാനെ, തേ ചർവണം യത് അവിടുത്തെ ചവച്ചിറക്കൽ, ഏതോ അത് അഗ്നിഹോത്രമാകുന്നു. പദത്തെ അന്വയം. ഹേ ഈശ, തേ തൂണ്ടേ സൃക് നാസയോഹോ സ്രുവഃ, ഉദര ഇട കർണരന്ധ്രഃ ചമസാഹ, ആസ്യേ പ്രാശിത്രം, ഗ്രസേന ഗ്രഹാഹതു ആസീത്. ഭഗവാൻ, തേ ചർവണം യത് അഗ്നിഹോത്രം. ഒന്നും കൂടി പറയാം. ഹേ ഈശ, തേ തൂണ്ടേ സൃക് നാസയോഹോ സ്രുവഃ, ഉദരഃ ഇട കർണരന്ധ്രേ ചമസാഹ, ആസ്യേ പ്രാശിത്രം, ഗ്രസാന ഗ്രഹാഹതു ഗ്രസനെ എന്ന് പറഞ്ഞാൽ മുഖത്തിനുള്ളിൽ, ഗ്രസനെ ഗ്രഹാഹതു ആസീത്. ഭഗവൻ, തേ ചർവണം യത് അഗ്നിഹോത്രം, അല്ലയോ ഈശ്വര അങ്ങയുടെ ആ
മുഖാഗ്രത്തിൽ ഈശ്വര അങ്ങയുടെ മുഖാഗ്രത്തിൽ സൃക്കും, നാസികാദ്വാരത്തിൽ സ്രുവവും, ഉദരത്തിൽ ഇടയും, കർണരന്ധ്രത്തിൽ ചമസങ്ങളും, മുഖത്ത് പ്രാശിത്രവും, ഗ്രസനെ മുഖത്തിനുള്ളിലെ ദ്വാരത്തിൽ സോമരസം എടുക്കുവാനുള്ള പാത്രങ്ങളും ആയിരിക്കുന്നു. ഭഗവാനെ അങ്ങയുടെ ഈ ചവച്ചിറക്കൽ ഏതോ അത് അഗ്നിഹോത്രവും ആകുന്നു. കൂടി പറയാലയോ ഈശ്വര അങ്ങയുടെ മുഖാഗ്രത്തിൽ സൃക്ക്, നാസികാദ്വാരങ്ങളിൽ സ്രുവം, ഉദരത്തിൽ ഇട, കർണരന്ധ്രങ്ങളിൽ ചമസങ്ങള്, മുഖത്ത് പ്രാശിത്രം, മുഖത്തിനുള്ളിലെ ദ്വാരത്തിൽ സോമരസമെടുക്കുവാനുള്ള പാത്രങ്ങൾ ഇവയൊക്കെ ആയിരിക്കുന്നു. ഭഗവാനെ അങ്ങയുടെ ആ ചവച്ചിറക്കൽ അത് അഗ്നിഹോത്രം എന്ന കർമ്മവുമാകുന്നു. അല്ലയോ ഈശ്വര അങ്ങയുടെ മുഖാഗ്രത്തിൽ സൃക്ക്, നാസികകളിൽ സ്രുവം, വയറിൽ ഇട, കർണത്തിൻ്റെ ദ്വാരങ്ങളിൽ ചമസങ്ങൾ, മുഖത്തിൽ പ്രാശിത്രം, വായിൽ ഗ്രഹങ്ങൾ എന്നിവ ഞങ്ങൾ ദർശിക്കുന്നു. ഹേ ഭഗവൻ അങ്ങയുടെ ചവയ്ക്കൽ അഗ്നിഹോത്രമായും ഞങ്ങൾ ദർശിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈശ്വര ജുഹു മുഖാഗ്രത്തിലും സൃക്ക നർത്ഥം, സ്രുവം നാസികകളിലും, ഭക്ഷണപാത്രം ഉദരത്തിലും, സോമപാത്രം കർണരന്ധ്രത്തിലും, ബ്രഹ്മഭാഗമായ പാത്രം വായിലും, മറ്റു സോമപാത്രങ്ങൾ അവിടുത്തെ വായയുടെ ഉൾഭാഗത്തും ആകുന്നു. അഗ്നിഹോത്രം എന്നാൽ അവിടുത്തെ ഭക്ഷണവും ആകുന്നു. ഇപ്പോൾ എല്ലാമായിട്ട് ഭവിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ഈശ്വര അങ്ങയുടെ മുഖാഗ്രത്തിൽ നിന്നും ആ സൃക്കും ജുഹുവും, നാസികാദ്വാരത്തിൽ നിന്ന് സ്രുവവും, ഉദരത്തിൽ നിന്നും ഹവിസിനെ ഭക്ഷിപ്പാനുള്ള ഇട എന്ന് പേര് പറയപ്പെടുന്ന പാത്രവും, കർണദ്വാരത്തിൽ ചമസങ്ങൾ എന്ന പേരിലുള്ള സോമപാത്രങ്ങളും, മുഖത്തിൽ ബ്രഹ്മഭാഗം വെപ്പാനുള്ള പാത്രമായ പ്രാശിത്രവും, മുഖദ്വാരത്തിൽ ഇന്ദ്രാദി ദേവന്മാർക്കുള്ള ഭാഗം വെപ്പാനുള്ള ഗ്രഹങ്ങൾ എന്ന പാത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. യജ്ഞവരാഹമൂർത്തി ആയ അങ്ങയുടെ ആ ചവച്ചിറക്കൽ, ചർവണം, അഗ്നിഹോത്രം എന്നുള്ള കർമ്മത്തെയും കാണിക്കുന്നു. അപ്പോൾ ഓരോ പാത്രങ്ങളുടെ സവിശേഷ പാത്രങ്ങൾ, യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സവിശേഷ പാത്രങ്ങൾ ഓരോ അവയവങ്ങളിൽ നിന്നും ഉണ്ടായതെന്നാണ് പറയുന്നത്. എല്ലാമായി ഭവിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ഈശ്വര അങ്ങയുടെ മുഖാഗ്രത്തിൽ നിന്നും ജുഹുവും, അതായത് സൃക്കും, നാസികാദ്വാരങ്ങളിൽ നിന്നും സ്രുവവും, ഉദരത്തിൽ ഹവിസിനെ ഭക്ഷിപ്പാനുള്ള ഇട എന്ന് പറയപ്പെടുന്ന പാത്രവും, കർണദ്വാരങ്ങളിൽ ചമസങ്ങൾ എന്നു പേരുള്ള സോമപാത്രങ്ങളും, മുഖത്തിൽ ബ്രഹ്മഭാഗം വെപ്പാനുള്ള പാത്രമായ പ്രാശിത്രവും, മുഖദ്വാരത്തിൽ ഇന്ദ്രാദി ദേവന്മാർക്കുള്ള ഭാഗം വെപ്പാനുള്ള ഗ്രഹങ്ങൾ എന്ന പാത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. യജ്ഞവരാഹമൂർത്തിയായ അങ്ങയുടെ ചർവണം, ചവച്ചിറക്കൽ, അഗ്നിഹോത്രം എന്നുള്ള കർമ്മവും ആകുന്നു. ഇതിലത്തെ വ്യാഖ്യാനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എത്രയോ ആദ്യം മുഖാഗ്രേ സൃക്, മുഖത്തിൻ്റെ അറ്റത്ത് സൃക്ക്, നാസികയോഹ സ്രുവഹ, നാസികയിൽ സ്രുവം, ഉദരേ ഭക്ഷണപാത്രം, ഉദരത്തിൽ ഭക്ഷണപാത്രം, കർണരന്ധ്രേ ചമസ, കർണരന്ധ്രങ്ങളിൽ സോമപാത്രം. ഹേ ദേവ യത്തേ ഭക്ഷണം അഗ്നിഹോത്രം, യത്തേ ഭക്ഷണം അഗ്നിഹോത്രം, ഭക്ഷണമായിട്ടുള്ളത് അഗ്നിഹോത്രം എന്ന ക്രിയയാണ്. ഒന്നുകൂടി പറയാം.
ഹേ ഈശാ യജ്ഞാത്മകം തേ രൂപം ദുഷ്കൃതാത്മനാം ദുർദർശനം യസ്യ ത്വജിച്ഛന്ദാംസി രോമസു ദർഭാഃ നേത്രയോഃ ആജ്യം ആംഘ്രിഷു ചാതുർഹോത്രം മുഖാഗ്രേ സൃക് നാസികയോഃ സ്രുവഃ ഉദരേ ഭക്ഷണപാത്രം കർണരന്ധ്രേ ചമസാഃ ഹേ ദേവ യത് തേ ഭക്ഷണം തദഗ്നിഹോത്രം. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. 37ാമത്തെ ശ്ലോകം. ത്വം പ്രായണീയോദയ ദീക്ഷാനുജന്മോപസദഃ ശിരോധരം ത്വം പ്രായണീയോ ദയനീയദംഷ്ട്രഃ ജിഹ്വാ പ്രവർഗ്യസ്തവ ശീർഷകം ക്രതോ സഭ്യാവസഥ്യം ചിതയോസവോ ഹി തേ. എന്നൂടി പറയാം. ദീക്ഷാനുജന്മോപസദഃ ശിരോധരം ത്വാം പ്രായണീയോ ദയനീയദംഷ്ട്രഃ ജിഹ്വാ പ്രവർഗ്യസ്തവ ശീർഷകം ക്രതോ സഭ്യാവസഥ്യം ചിതയോസവോ ഹി തേ. ദീക്ഷാനുജന്മോപസദഃ ശിരോധരം, യജ്ഞരൂപിയായിരിക്കുന്ന ആ മൂർത്തിയുടെ അങ്ങയുടെ അനുജന്മ അവതാരം, അനുജന്മം ദീക്ഷയാകുന്നു. അങ്ങയുടെ അവതാരം ദീക്ഷയാകുന്നു. ശിരോധരം കഴുത്ത്, ഉപസത്തുക്കളാണ്. ത്വാം അങ്ങ് പ്രായണീയോദയനീയത ദംഷ്ട, ആ പ്രായണീയം ഉദയനീയം എന്ന ദംഷ്ടകൾ ഉള്ളവനാണ് അങ്ങ്. തേ അങ്ങയുടെ ജിഹ്വ നാവ് ആ പ്രവർഗ്യം ആണ്. ശീർഷകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിരസ് സഭ്യം എന്ന അവസ്ഥ ആണ്. അസവഹ പ്രാണങ്ങള്, ചിതയഹി ചയനങ്ങളും ആണ്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ക്രതോഹോ യജ്ഞരൂപിയായ തവ അങ്ങയുടെ അനുജന്മ അവതാരം, ദീക്ഷയും, ശിരോധരം കഴുത്ത്, ഉപസദഃ ഉപസത്തും ആണ്. ത്വം അങ്ങ് പ്രായണീയ ഉദായനീയ ദംഷ്ട്രഃ പ്രായണീയവും ഉദയനീയമെന്ന് എന്ന രണ്ട് ദംഷ്ടകളും ഉള്ളവനാണ്. തേ അങ്ങയുടെ ജിഹ്വ നാവ്, പ്രവർഗ്യമാണ്. ശീർഷകം ശിരസ്, സഭ്യാവസ്ഥയും സഭ്യം എന്ന അവസ്ഥയും ആ പ്രാണങ്ങള് ചയനങ്ങളും ആവുന്നു. ക്രതോഹോ യജ്ഞരൂപിയായ തവ അങ്ങയുടെ അനുജന്മ അവതാരം, ദീക്ഷയും, ശിരോധരം കഴുത്ത്, ഉപസത്തും ആണ്. അങ്ങ് പ്രായണീയോദയാനീയ ദംഷ്ട്രഃ അങ്ങ് പ്രായണീയം ഉദയനീയം എന്നീ രണ്ട് ദംഷ്ടകൾ ഉള്ളവനുമാണ്. തേ അങ്ങയുടെ ജിഹ്വ നാവ്, പ്രവർഗ്യമാണ്. ശീർഷകം ശിരസ്, സഭ്യാവസ്ഥയും, അസവഹ പ്രാണങ്ങൾ ചയനങ്ങളുമാണ്. അങ്ങയുടെ തുടരെ അവതാര സ്വരൂപേണയുള്ള പ്രത്യക്ഷപ്പെടൽ ദീക്ഷയാണ് അങ്ങയുടെ. കഴുത്ത് ഉപസത്തുക്കള്, ദംഷ്ട്രകള് പ്രായണീയം ഉദയനീയം എന്നീ ഇഷ്ടികളും, നാക്ക് പ്രവർഗ്യവും, തല യാഗത്തിൻ്റെ സഭ്യം എന്ന അഗ്നിയും അവസ്ഥാപ്യം എന്ന അഗ്നിയും ചേർന്നതും പഞ്ചപ്രാണങ്ങൾ ചയനങ്ങളും ആകുന്നു. അനുജന്മം എന്നാൽ വാരം, വാരഭിവ്യക്തി എന്ന് ശ്രീധരീയം, കൂടെ പ്രത്യക്ഷപ്പെടൽ. ദീക്ഷ എന്നാൽ ദീക്ഷയാണ് ദീക്ഷണീയേഷ്ടി. യജ്ഞത്തിൽ യജമാനൻ നടത്തേണ്ടുന്ന ആദ്യത്തെ കർമ്മമാണ് ദീക്ഷണീയഷ്ടി. ഇത് നടത്തിയാൽ ദീക്ഷിതനാകുന്നു. ദീക്ഷ എന്നാൽ ദിവ്യം ജ്ഞാനം യഥോ ദദ്യാത്,
കുര്യാത് പാപസ്യ സംശയഃ തസ്മാത് ദീക്ഷേതി സംപ്രോക്തം ദേശികൈസ്തന്മന്ത്രവേദിഭിः. ദിവ്യമായിട്ടുള്ള അറിവിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് ദീക്ഷ എന്ന് പറയും. അതനുസരിച്ച് ചെയ്താൽ പാപങ്ങൾ ഇല്ലാതെയാവും. ഉപസത്ത് എന്നത് ഒരു ഇഷ്ടി വിശേഷമാണ്. ഉപസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഷ്ടി വിശേഷം, യജ്ഞത്തിൻ്റെ ഒരു വിശേഷമാണ്. ജ്യോതിഷ്ടോമത്തിൽ ആദ്യത്തെ ദിവസം ദീക്ഷണീയേഷ്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആദ്യമായി നടത്തുന്ന ഇഷ്ടിയാണ് പ്രായണീയം. 2 ഇഷ്ടികൾ. യാഗം ആരംഭിക്കുന്നത് ഈ ഇഷ്ടിയോടെയാണ്. പ്രായണീയായ തന്ത്രം പ്രക്രമയതി. ഒടുവിലത്തെ ഇഷ്ടിയാണ് ഉദയനീയം. ഇതിൻ്റെ ചടങ്ങുകൾ സാമാന്യേന പ്രായണീയത്തിനോട് സമാനമാണ്. പ്രാവർഗ്യം എന്ന് പറയുന്നതും ഒരു ഇഷ്ടിവിശേഷം. ദീക്ഷാനുജന്മോപസദ ശിരോധരം ത്വം പ്രായണീയോരുദയനീയ ദംഷ്ട്രഃ ജിഹ്വാ പ്രവർഗ്യസ്തവ ശീർഷകം ക്രതോ സഭ്യാവസഥ്യം ചിതയോസവോ ഹിതേ. ദീക്ഷ അവിടുത്തെ അഭിവ്യക്തിയും ഉപസത്തുക്കൾ അവിടുത്തെ കഴുത്തുമാകുന്നു. പ്രായണീയം ഉദയനീയം ഇവ അവിടുത്തെ ദംഷ്ട്രകളാണ്. പ്രവർഗ്യം ജിഹ്വയും സഭ്യം ഹോമരഹിതാഗ്നിയും അവസ്ഥം യജ്ഞമൂർത്തിയായ ആ അങ്ങയുടെ ശിരസ്സുമാകുന്നു. അപ്പോൾ അതാത് അവസരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ മാതിരിയുള്ള അങ്ങയുടെ അഭിവ്യക്തി ദീക്ഷിക്കപ്പെടുവാൻ യോഗ്യമായ ഇഷ്ടി എന്ന കർമ്മം, ഉപസത്തുക്കൾ എന്ന് പറയപ്പെടുന്ന 3 വിധമായിരിക്കുന്ന ഇഷ്ടികൾ അങ്ങയുടെ കണ്ഠനാളമാകുന്നു. ദീക്ഷ കഴിഞ്ഞ ഉടനെ നടക്കുന്നതായിട്ടുള്ള പ്രായണീയ എന്നു പേരുള്ള ശാരഭേഷ്ടി, അവസാനത്തിൽ നടത്തുന്നതായിരിക്കുന്ന ഉദയനീയ എന്ന ഇഷ്ടിയും അങ്ങയുടെ 2 ദംഷ്ട്രകൾ ആകുന്നു. പ്രവർഗ്യം മഹാവീരകർമ്മം അങ്ങയുടെ ജിഹ്വയാകുന്നു. സഭ്യം എന്നത് പ്രത്യേക നാമമുള്ള ഹോമരഹിതാഗ്നിയും ആവസ്ഥ്യം എന്നത് പറയപ്പെടുന്നത് ഔപസനാഗ്നിയും യജ്ഞമൂർത്തിയായ അങ്ങയുടെ ശരീരവും ആകുന്നു. യഥാർത്ഥത്തിൽ അഗ്നിയെ ജ്വലിപ്പിക്കുവാനുള്ള ചമതകൾ അങ്ങയുടെ പ്രാണങ്ങൾ ആകുന്നു. അപ്പം ഇതിലെ ആ വ്യാഖ്യാനം നോക്കാം. ഹേ ദേവ യത്തേ ഭക്ഷണം തദഗ്നിഹോത്രം തവ ഗ്രീവായാം. അങ്ങയുടെ കഴുത്തുകൾ ഉപസന്നാമാനഃ ഇഷ്ടയഃ ഉപസത്തുകൾ തുടങ്ങിയിട്ടുള്ള ഇഷ്ടികളാണ്. ദംഷ്ട്രായാം ദംഷ്ട്രകള് ദീക്ഷാനന്തരേഷ്ടി ദീക്ഷ അന്തരേഷ്ടി സമാപ്തേഷ്ടിശ്ച അന്തരേഷ്ടി സമാപ്തേഷ്ടി. അതായത് ഇതിൽ പറഞ്ഞു 2 തരത്തിലുള്ള ആ ഇഷ്ടികൾ പ്രായണീയെന്നും ഉദയനീയം എന്നുള്ള 2 ഇഷ്ടികൾ. സമാപ്തേഷ്ടി
ദംഷ്ട്രായാം ദീക്ഷാനന്തരേഷ്ടിഃ സമാപ്തേഷ്ടിശ്ച. അപ്പോൾ തവ ഗ്രീവായാം ഉപസന്നാമാനഃ ഇഷ്ടയഃ ദംഷ്ട്രായാം ദീക്ഷാനന്തരേഷ്ടിഃ സമാപ്തേഷ്ടിശ്ച. അതിലെ വ്യാഖ്യാനം. അപ്പോൾ 38ാമത്തെ ശ്ലോകം. സോമസ്തുരേതഃ സവനാന്യവസ്ഥിതിഃ സംസ്ഥാവിഭേദാസ്തവ ദേഹധാതവ സത്രാണി സർവാണി ശരീരസന്ധിസ്ത്വം സർവയജ്ഞക്രതുരിഷ്ടിബന്ധനഃ. സോമസ്തുരേതസ്തവനാന്യവസ്ഥിതി സംസ്ഥാവിഭേദാസ്തവ ദേഹധാതവഃ സത്രാണി സർവാണി ശരീരസന്ധിസ്ത്വം സർവയജ്ഞക്രതുരിഷ്ടിബന്ധന. അപ്പം അങ്ങയുടെ ആ രേതസ്സാകട്ടെ സോമരസവും അവസ്ഥിതി ആ ബാല്യാദി ഭാവങ്ങൾ സവനങ്ങളും ശരീരത്തിലെ സവനങ്ങളും ദേഹധാതവ ആ ശരീരത്തിലെ സപ്തധാതുക്കൾ സംസ്ഥാഭേദങ്ങളും അത്രേ. എല്ലാ സത്രങ്ങളും ശരീരത്തിലെ സന്ധികളാണ്. സർവയജ്ഞക്രതുഹു ഇങ്ങനെ എല്ലാ യജ്ഞക്രതുക്കളും ആയ ത്വാം അങ്ങ് ഇഷ്ടിയാകുന്ന ബന്ധനത്തോടു കൂടിയവൻ ആണ്. ഒന്നുകൂടി പറയാം. തവ രേതഃ തു അങ്ങയുടെ രേതസ്സാകട്ടെ സോമഃ സോമരസവും അവസ്ഥിതിഃ ബാല്യാദിഭാവങ്ങള് സവനാനി സവനങ്ങളും ദേഹധാതവഃ ആ ശരീരത്തിലെ സപ്തധാതുക്കൾ സംസ്ഥാവിഭേദാഃ ആ സംസ്ഥാഭേദങ്ങളും അത്രേ. സർവാണി എല്ലാ സത്രങ്ങളും എല്ലാ സത്രങ്ങളും ശരീരത്തിലെ നാഡികളാണ്. സർവയജ്ഞക്രതു ഇങ്ങനെ എല്ലാ യജ്ഞങ്ങളും ക്രതുക്കളും ആയ ത്വം അങ്ങ് ഇഷ്ടിബന്ധന ഇഷ്ടിയാകുന്ന ബന്ധനത്തോടു കൂടിയവനും ആകുന്നു. ഒന്നും കൂടി പറയാം. തവ രേതഃ തു അങ്ങയുടെ രേതസ്സാകട്ടെ സോമഃ സോമരസവും അവസ്ഥിതിഃ ബാല്യാദിഭാവങ്ങൾ സവനാനി സവനങ്ങളും ദേഹധാതവഃ ശരീരത്തിലെ സപ്തധാതുക്കൾ സംസ്ഥാവിഭേദാഃ സംസ്ഥാഭേദങ്ങളും അത്രേ. സർവാണി എല്ലാം സത്രാണി സത്രങ്ങളും ശരീരനാഡി ശരീരത്തിൻ്റെ നാഡികളാണ്. സർവയജ്ഞക്രതുഹു ഇങ്ങനെ എല്ലാ യജ്ഞങ്ങളും ക്രതുക്കളും ആയ ത്വം അങ്ങ് ഇഷ്ടിബന്ധന ഇഷ്ടികളാകുന്ന ബന്ധനത്തോട് കൂടിയവനും അത്രേ. അപ്പം അതിലത്തെ അന്വയം തവ രേതഃ തു സോമഃ അവസ്ഥിതിഃ സവനാനി ദേഹധാതവഃ സംസ്ഥാവിഭേദാഃ സർവാണി സത്രാണി ശരീരസന്ധിഃ സർവയജ്ഞക്രതുഃ. സർവയജ്ഞക്രതുഃ ത്വം ഇഷ്ടിബന്ധനഃ ഒന്നുകൂടി പറയാം. തന്വയം തവ രേതഃ തു സോമഃ അവസ്ഥിതിഃ സവനാനി ദേഹധാതവഃ സംസ്ഥാവിഭേദാഃ സർവാണി സത്രാണി ശരീരസന്ധിഃ സർവയജ്ഞക്രതുഃ ത്വാം ഇഷ്ടിബന്ധനഃ. അതായത്
അങ്ങയുടെ ആ രേതസ്സാകട്ടെ സോമരസവും ബാല്യാദിഭാവങ്ങൾ സവനങ്ങളും ശരീരത്തിലെ സപ്തധാതുക്കൾ സംസ്ഥാഭേദങ്ങളും അത്രേ. എല്ലാ സത്രങ്ങളും ശരീരത്തിലെ നാഡികളാണ്. ഇങ്ങനെ എല്ലാ യജ്ഞങ്ങളും ക്രതുക്കളും ആയ അങ്ങയുടെ ഇഷ്ടീബന്ധനം, അങ്ങ് ഇഷ്ടിയാകുന്ന ബന്ധനത്തിന് വിധേയനും ആണ്. തവരേതാതു അങ്ങയുടെ രേതസ്സാകട്ടെ സോമരസവും ബാല്യാദിഭാവങ്ങൾ സവനങ്ങളും ശരീരത്തിലെ സപ്തധാതുക്കൾ സംസ്ഥാഭേദങ്ങളും അത്രേ. സത്രങ്ങളും ശരീരത്തിലെ സന്ധികളാണ്. ഇങ്ങനെ എല്ലാ യജ്ഞങ്ങളും ക്രതുക്കളും ആയ അങ്ങ് ഇഷ്ടിയാകുന്ന ബന്ധനങ്ങളോട് കൂടിയവനുമാണ്. സോമം അങ്ങയുടെ വീര്യവും സവനങ്ങൾ നിലനിൽപ്പും സംസ്ഥകൾ സപ്തധാതുക്കളും സത്രങ്ങൾ ശരീരത്തിലെ സന്ധികളുമാകുന്നു. അങ്ങുന്ന സർവയജ്ഞങ്ങളുടെയും ക്രതുക്കളുടെയും മൂർത്തിദേവനാണ്. ഇഷ്ടികളാകുന്ന ബന്ധനത്തോടു കൂടിയവനും ആകുന്നു. സോമം എന്നാൽ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഔഷധി വിശേഷത്തെയാണ് സോമം എന്ന് പറയാം. സോമലത പിഴിഞ്ഞാണ് സോമരസം എടുക്കുന്നത്. ഇതിന് ചന്ദ്രനുമായിട്ട് വൈകാരികമായ ബന്ധമുണ്ടെന്നാണ് ഋഗ്വേദത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ചന്ദ്രൻ ഔഷധീശനാണല്ലോ. സോമം അപ്പോൾ ഇതിലത്തെ അർത്ഥം നമുക്ക് ഒന്നുകൂടി നോക്കാം. എല്ലാവിധത്തിലുമുള്ള മന്ത്രം, ദേവത, ദ്രവ്യം എന്നിവ അടങ്ങിയ സർവയജ്ഞസ്വരൂപിയും സർവകർമ്മങ്ങളുടെ അത് അടുത്തതാണ്. അപ്പോൾ ഈ ശ്ലോകത്തിലത്തെ അർത്ഥം സോമം അങ്ങയുടെ രേതസ്സും പ്രാതസവനാദികൾ ആസനവുമാകുന്നു. യജ്ഞവിശേഷങ്ങൾ അങ്ങയുടെ സപ്തധാതുക്കളുമാകുന്നു. സത്രങ്ങളെല്ലാം അങ്ങയുടെ ശരീരസന്ധികളാണ്. ഇഷ്ടികളാകുന്ന ബന്ധനത്തോടു കൂടിയ അവിടുന്ന് സർവയജ്ഞസ്വരൂപവും സർവക്രതുസ്വരൂപനും ആകുന്നു. സോമം എന്ന ഔഷധി വിശേഷം അങ്ങയുടെ രേതസ്സും പ്രാതഃകാലം, മധ്യാഹ്നകാലം, സായങ്കാലം ഈ 3 സമയങ്ങളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളായിരിക്കുന്ന സവനങ്ങൾ, ബാല്യ യൗവന വാർദ്ധക്യാവസ്ഥ വിശേഷങ്ങളിൽ ചെയ്യുന്ന അഗ്നിഷ്ടോമം, അത്യഗ്നിഹോമം, ഉത്ഥം, ഷോഡശി, വാജപേയം, അതിരാത്രം, ആപ്തോര്യാമം എന്ന് പറയപ്പെടുന്ന 7 വിധം കർമ്മങ്ങൾ, 7 ധാതുക്കളും ഒരു ദിവസം കൊണ്ട് പര്യവസാനിക്കുന്ന കർമ്മം മുതൽ 1000 സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതുമായിരിക്കുന്ന കർമ്മം ഉൾപ്പെടെയുള്ള സർവസത്രങ്ങൾ, ശരീരസന്ധികളാകുന്ന സോമം എന്ന ഔഷധി രസം ഉപയോഗിക്കാതെ നടത്തുന്ന അതുമായിരിക്കുന്ന യജ്ഞങ്ങൾ എന്ന് പറയപ്പെടുന്ന കർമ്മങ്ങളും സോമരസത്തോടു കൂടിയ ക്രതു എന്ന കർമ്മവും നിന്തിരിവടി തന്നെയാകുന്ന യാഗമാകുന്ന അനുഷ്ഠാനത്തിൻ്റെ അധിഷ്ഠാനത്തോടു കൂടിയവനും ആകുന്നു നിന്തിരിവടി. എല്ലാം ആ യജ്ഞസ്വരൂപിയുടെ ആ അവയവങ്ങൾ. സോമം എന്ന ഔഷധവിശേഷം അങ്ങയുടെ രേതസ്സും പ്രാതക്കാലം, മധ്യാഹ്നകാലം, സായങ്കാലം ഈ 3 സമയങ്ങളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളായിരിക്കുന്ന സവനങ്ങൾ, ബാല്യ യൗവന വാർദ്ധക്യാദ്യ അവസ്ഥാവിശേഷങ്ങളും, അഗ്നിഷ്ടോമം, അത്യഗ്നിഹോമം, ഉത്ഥം, ഷോഡശി, വാജപേയം, അതിരാത്രം, ആപ്തോര്യാമം എന്ന് പറയപ്പെടുന്ന 7 വിധം കർമ്മങ്ങൾ, 7 ധാതുക്കൾ, സപ്തധാതുക്കളും ഒരു ദിവസം കൊണ്ട് പര്യവസാനിക്കുന്ന കർമ്മം മുതൽ 1000 സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതായിട്ടുള്ള കർമ്മം ഉൾപ്പെടെയുള്ള സർവസത്രങ്ങൾ ശരീരസന്ധികളും ആകുന്നു. സോമം എന്ന ഔഷധിരസം ഉപയോഗിക്കാതെ നടത്തുന്നതായിരിക്കുന്ന യജ്ഞങ്ങൾ എന്ന് പറയപ്പെടുന്ന കർമ്മങ്ങളും സോമരസത്തോടു കൂടിയ ക്രതു എന്ന കർമ്മവും നിന്തിരുവടി ആകുന്നു. യാഗമാകുന്ന അനുഷ്ഠാനത്തിൻ്റെ അധിഷ്ഠാനത്തോടു കൂടിയവൻ ആകുന്നു നിന്തിരുവടി. യജ്ഞമൂർത്തിയാണ് ആ ഭഗവാൻ. അതിനനുസരിച്ചിട്ടുള്ള അവയവങ്ങളെ പറ്റിയിട്ടുള്ള
ആ അവയവങ്ങളുടെ വിശേഷങ്ങളാണ് ഈ ഓരോരോ ശ്ലോകത്തിലായിട്ട് പറയുന്നത്. 34 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങൾ നിങ്ങൾ നല്ലപോലെ നോക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ.